ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നാണ് നമ്മുടെ കാർത്തിക. അതായത് നമ്മൾ വീടിൻ്റെ ചുറ്റും വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ ദീപം കൊളുത്തി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിങ്ങനെ വെക്കുന്ന ആ ഒരു ദിവസമില്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് ആധികാരികമായി ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മളിവിടെ രാവിലെ തൊട്ട് ക്ലീനിങ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാൻ. അപ്പോഴേ വിചാരിച്ചില്ല, ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. അപ്പം എന്തുകൊണ്ടൊരു വ്ളോഗ് എടുത്തുകൂടാ? നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല രസമായിരിക്കുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങളെ കൂടി കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വ്ളോഗായിരിക്കും ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. അപ്പം ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് അമ്പലത്തിൻ്റെ മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ അടുത്താണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങളൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ആ അമ്പലത്തിൽ നിന്നുള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വീടൊക്കെ നല്ല ക്ലീനിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആക്ച്വലി എനിക്ക് സമയം കിട്ടിയില്ല, ഇപ്പോഴാണ് സമയം കിട്ടുന്നത്. പിന്നെ ഇപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നതും എന്തുകൊണ്ടൊരു വ്ളോഗ് എടുത്തുകൂടാ എന്നും. അങ്ങനെ ദീപങ്ങളൊക്കെ കത്തിക്കാനുള്ള എല്ലാം നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്, കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വൈകിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം, വൈകിട്ടാകുമ്പോഴത്തേക്കിനും. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് റെഡി ആവുന്നതെന്ന് കാണിച്ചു തരാം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. വലിയ മേക്കപ്പൊന്നുമില്ല, ചെറുതായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ചെറുതായിട്ടിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ദീപം കൊളുത്തുന്നതും ഒക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി ഉച്ചയായിട്ടുണ്ട്. അപ്പം എനിക്ക് വലുതായിട്ട് കാണിക്കാനൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ കാണിക്കാൻ. അപ്പം ഞാൻ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ആ വീഡിയോ കാണാം. അപ്പം ഞാനൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു, സുഡുവുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ എങ്ങനെയാണ് റെഡി ആവുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ. പക്ഷേ ഇവിടെ അടുത്താണ്, ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ്. അവളുടെ ഒരു ഡെൻ്റൽ അപ്പോയിൻമെൻറ്റിനാണ് പോകുന്നത്. ഒരു ഡെൻ്റൽ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ എവിടെ പോവുകയാണെങ്കിലും ആദ്യം മോയ്സ്ചറൈസർ ഇടും. ഇത് മിനിമലിസ്റ്റിൻ്റെയാണ്, ഞാൻ ഓൾറെഡി എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടാം. എനിക്ക് ക്യാമറ നോക്കിയൊന്നും ഇടാൻ അറിയത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. മതി, ബാക്കി കാര്യത്തിലിടാം. കയ്യിലങ്ങ് തെക്കാം എന്നത്. ഇവിടെ വിളിച്ചു റെഡിയായി ചോദിച്ചു, ഞാൻ റെഡി ആയിട്ടില്ല, പിന്നെ എല്ലാം ഹറിബറിയാണ്. ഇനി അറിയാം എന്തൊക്കെ ചെയ്യണമെന്ന്. ഇനി ഒരു ലിപ് ബാം ഇടണം. സാധനം ഇതാണ് ഞാൻ ഇടുന്നത്, വാസലിൻ്റെ. ഇത് രാവിലെ ഇടാമോന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ഇതാണ് ഇടുന്നത്. നല്ലതാ. ഒരുപാട് ഒന്നും ചെയ്യുന്നില്ല ഞാൻ, കാരണം ഇവിടെ അടുത്തേക്കാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് എൻ്റെ പെരുവൊന്ന് ഇതാക്കണം. ഇനി ഇത് വരയ്ക്കണം. എന്താ വരാത്ത? കണ്ടോ? വരൂ വരൂ. വാ ഗൈസ്, സുഡു വന്നു. ഗൈസ് സുഡു വന്നു. സുഡുവിന് കുറച്ച് നീളം കുറവാണ്. സോറി, ഞാൻ ഒരു ബുള്ളിയല്ല. അതാണല്ലോ കോംബോ, ഷോർട്ട് ഗേൾ പ്ലസ് ലോങ് ഗേൾ. അങ്ങനെ നമ്മൾ പിറകെല്ലാം വരച്ചു. ഇനി ഞാൻ മുടി കെട്ടും. മുടി കെട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ കെട്ടുന്നത്, എനിക്കറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ചെയ്യുക, എന്നിട്ട് ഞാൻ നിങ്ങൾ കാണണം. ഇങ്ങനെ അങ്ങ് കെട്ടും. വ്ളോഗ് എൻ്റെ വ്ളോഗ് ഉണ്ടോ? ഞാൻ പകുതി കണ്ട് പോകുന്നില്ലേ?
ആദ്യത്തെ എസ്തയുടെ ചേട്ടനാണ് ജിനുവാൻ. എനിക്കറിയത്തില്ല, ഇതാണ് എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈല്. ഇതല്ലാതെ വേറെ ഒന്നും കിട്ടുന്ന എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഇനി ഞാൻ പൗഡർ ഇടും. പൗഡർ ആരും ഇടുമല്ല, പക്ഷെ ഞാനിടും. അയ്യോ പൗഡർ ഇല്ലേ കേട്ടോ, കുറച്ച് മതി നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പൗഡർ വെക്കുന്നത്. കാരണം ഞാൻ ഇടുമ്പോൾ അല്ലെങ്കിൽ കൂടി പോയാലോ. കാരണം എൻ്റേത് കുറച്ച് കോമ്പിനേഷൻ സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ പൗഡർ ഇടുന്നത്. അപ്പോൾ ചില സമയത്ത് ഇത് ഓയിലി ആവും, ചില സമയത്ത് ഇത് ഓയിലി ആവത്തില്ല. അപ്പോൾ ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ പൗഡർ എടുക്കുവാണ്. ഇപ്പം കുറച്ചും കൂടി എനിക്ക് വേണം. അത് സിന്തോളിൻ്റെ പൗഡറാണ്. കുറച്ച് നെറ്റിയിലും മൂക്കിൻ്റെ അവിടെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പൗഡർ ഇടാൻ. കാരണം അവിടെയാണ് ഏറ്റവും ഓയിലി ആവുന്നത് എൻ്റെ സ്കിൻ. ഞാൻ കഴുത്തിലും കയ്യിലൊക്കെ ഇടും. കണ്ടോ, അപ്പം നല്ല സുന്ദരിയായി നമ്മൾ. കൊള്ളാം, ഇപ്പോൾ സുന്ദരി. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് കൊണ്ട് ഒരു ചെറിയ ലിപ് ഗ്ലോസിൽ കുറച്ച് ടിൻറ്റ് വരുന്നൊരു സാധനം ഇടാം. തിളങ്ങട്ടെ അങ്ങോട്ട്, ഡോക്ടറൊക്കെ കണ്ട് ഞെട്ടട്ടെ. എൻ്റെ പല്ലല്ല കാണിക്കുന്നത്, എന്നാലും ഞെട്ടട്ടെ ഡോക്ടർ. നേരിട്ട് ഇട്ടെന്ന് അറിയത്തോലെ. നമ്മൾ ജ്യൂസ് കുടിക്കുമോ? കുടിക്കുമെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടാലോ? കുറച്ചിടാല്ലേ? എനിക്കറിയത്തില്ല കുടിക്കുമോ ഇല്ലേന്നൊന്നും. സുഡുവിൻ്റെ പല്ലാണ് കാണിക്കുന്നത്. ഇത് കളറൊന്നും ഇല്ല അത്രയ്ക്ക്, ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ ഇടുന്നതാണ്. മാൾസിൻ്റെ ആണ് ഗൈസ്. അല്ല ഇടൻ അറിയുന്നില്ലല്ലോ. കുഴപ്പം, ഇത് മതി. കാരണം ഞാൻ സുന്ദരിയാണല്ലോ ഓൾറെഡി. സുന്ദരിയാണല്ലോ, അപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാം. കാണുന്നുണ്ടോ? ഈ ഷർട്ട്, ഈ പാൻറ്റ് നമുക്ക് മറ്റേ റീലെടുക്കാം. നിങ്ങൾ ഇത് റീലെടുത്ത് പഠിക്കും. അപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ്. സുഡു ഇതുവരെ ആരെയും പുറകെ വെച്ചിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. അമ്മയെ മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഭയങ്കര കംഫർട്ട് ഗേൾ ആണല്ലോ. വണ്ടിയിൽ ഇരിക്കുമ്പോഴും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ആൾക്കാർക്ക്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് എൻ്റെ വീട് ഗൈസ്. അയ്യോ വണ്ടിക്ക് ഗേറ്റ് അടയ്ക്കാം ഗൈസ്. കണ്ടോ, മഞ്ഞ ഗേറ്റാണ് എൻ്റെ വീടിൻ്റെത്. അടച്ചിട്ട് മതി, ബാക്കിയൊക്കെ ആൻറ്റി അടച്ചോളൂ. ഞാനിതാ കയറിയിരിക്കുന്നത്. എനിക്കൊരു പേടി. ഞാൻ ഓടിച്ചാലോ? നീ ഇവിടെ കേട്ടോ. ഞാൻ ഓടിക്കാം ഗൈസ്, അതാണ് എനിക്ക് നല്ലത്. ഇറങ്ങ. ഇത് കുറച്ച് നേരം എടുത്താൽ മതി കേട്ടോ. അതൊക്കെ എനിക്കല്ല ഇത് വിറ്റേ ഗൈസ്. നമ്മൾ പോകുകയാണ്. നമ്മളെപ്പോഴും താടിയുള്ള ഹെൽമെറ്റ് വെക്കുന്നതാണ് ഗൈസ്. ഏതൊക്കെയോ വഴി പോയി കുഴിയിലോട്ട് വീഴാൻ പോകുന്നു. ഞാൻ എപ്പോഴും പാസഞ്ചർ പ്രിൻസസ് ആണ് ഗൈസ്. എന്താ പറഞ്ഞേ? പാസഞ്ചർ പ്രിൻസസ്.
കേസ് അവളുടെ പല്ലിന് ശരിയാവത്തില്ല, അടിച്ചുപോയി. അന്ന് ഉള്ള ഒരു അറിവുമായി ഞങ്ങൾ പോകുകയാണ്. ഞങ്ങൾ തിരിച്ചെത്തിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുറച്ച് നേരം ചില്ല് ചെയ്യും, റീലെടുക്കും. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കും, റീലെടുത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ സുഡു പോകും. പിന്നെ ഞാൻ മറ്റേ കാർത്തിക വിളക്കിൻ്റെ പരിപാടിയൊക്കെ ചെയ്യും. ആദിത്യ പോകുവാണ് ഗൈസ്. നിന്നെ കാണുന്നില്ലടാ. അപ്പോൾ സുഡു പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേനും ഈ ദീപങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ തുടങ്ങി. അമ്മയും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും എല്ലാം എടുത്ത് വെച്ച്, ഞാനും എല്ലാം എടുത്ത് വെച്ച്. എന്നിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് മേളിലും കൂടെ കൊണ്ട് വെക്കാനെന്ന്. അപ്പം ഞാനാണെങ്കിൽ ഗേറ്റിലെല്ലാം ഇങ്ങനെ വെച്ച് എണ്ണെല്ലാം ഒഴിച്ചിട്ട് ബാക്കി വരുന്നതുമായിട്ട് നേരെ മേളിൽ പോയി അവിടെ ഇങ്ങനെ അതെല്ലാം വെച്ച് നമ്മുടെ തിരിയും എണ്ണയൊക്കെ ഇട്ട് ഇങ്ങനെ എല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാനങ്ങ് അത് കഴിഞ്ഞ് റെഡി ആവാൻ പോയി. എന്നിട്ട് ഞാൻ റെഡി ആയിട്ട് അയ്യോ സുന്ദരിയാണല്ലോ അങ്ങനെയൊക്കെ പറയുവാണ്. ഇങ്ങനെ മിററിൽ നോക്കി ഞാനിങ്ങനെ ഉടുപ്പൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സുന്ദരിയായിട്ട് ദീപം കൊളുത്തുവാണ് ഈ ഒരു സമയം. ലൈക്ക് ഞാനും കൊച്ചുനാൾ ഇങ്ങനെ ദീപമൊക്കെ കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ആ കൊച്ചിന് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആ കൊച്ചിനെയാണ്. ലൈക്ക് ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇപ്പോൾ, അമ്മയും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനും അമ്മയും കൂടെ ചെയ്തതാണ് ഇതൊക്കെ. നമ്മൾ ഒരുപാടൊന്നും കത്തിച്ചില്ല, ഇങ്ങനെ വീടിൻ്റെ പകുതി പോർഷനിൽ മാത്രമാണ് കത്തിച്ച്. പിന്നെ ഗേറ്റിലും കത്തിച്ചു. പക്ഷെ ഞങ്ങളിത് കത്തിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. ഈ ഫ്രണ്ടിലൊക്കെ അമ്മയാണ് ചെയ്ത്, ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കുട്ടി ഡേ, ഒരു തൃക്കാർത്തിക ഡേ. അപ്പം ഇങ്ങനെ വിളക്കെല്ലാം കത്തിച്ചു. ഇനി കുറച്ച് കഴിയുമ്പം ഇതൊക്കെ മാറ്റിയിട്ട് എടുത്ത് കഴുകി വെക്കും, അല്ലെങ്കിൽ തുളച്ച് വെക്കും. എന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളും കൂടി ഇത് കാണിക്കണമെന്ന്. അപ്പം ഇത്രേ ഉള്ളൂ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു ഗൈസ്.